നമ്മൾ കാര്യം പറയപ്പോഴത്തേന് ഞാൻ ഇങ്ങനെ ആയി പോവാണ്. എന്ത് പറയാൻ പറ്റും, എനിക്കിങ്ങനെ പറ്റുന്നു. ഞാൻ കമന്റ് ഇടാത്തതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ, ഹലോ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും SKS മലയാളീസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഗായ്സ്, ഇന്ന് 1-ാം തീയതിയാണ് കേട്ടോ. മലയാള മാസം 1-ാം തീയതിയാണ് ഇന്ന്. അപ്പോൾ ഈ ഒരു മാസം എല്ലാവർക്കും നല്ല ഒരു അനുഭവം കിട്ടട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും നല്ല ഒരു മാസമാകട്ടെ, മലയാള മാസം ആകട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ എനിക്കിവിടെ സുഖം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ രാവിലെ വന്നതേ ഉള്ളൂ ഗായ്സ് ഇന്ന്. അപ്പം ഇന്ന് ഞാനിപ്പോൾ രാവിലെ വന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് വൈകിട്ട് ഇടാനായിട്ട് എന്തായാലും ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അത് എന്താ കാരണം വെച്ചാൽ, ഞാൻ വണ്ടിയുടെ വീഡിയോസിന് ഇടയ്ക്ക് നമ്മൾ കമൻറ്റുകൾ വരുമ്പോഴത്തേന് അതിനുള്ള മറുപടി ഇതൊക്കെ കൂടിയൊക്കെയാണ് ഞാൻ ഓരോ വീഡിയോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വീട്ടിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും, വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഞാനിപ്പോൾ വന്ന് രാവിലെ ഇത് വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ, എന്നാലും രാവിലെ ചില ദിവസം വന്നാൽ രാവിലെ ഇൻട്രോ ഒക്കെ എടുക്കുന്ന, ചില എല്ലാ വീഡിയോയുടെയൊക്കെ വോയിസ് ഒക്കെ കൊടുത്ത് ഇൻട്രോ ഒക്കെ എടുക്കുന്ന, രാവിലെ ഇൻട്രോ എടുത്ത് വൈകിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുകയോ ചെയ്യുന്നത്. എങ്കിലും ഇന്ന് രാവിലെ വന്നപ്പോഴത്തേന് എനിക്ക് ഇന്ന് തന്നെ ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ വന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വന്നതേ ഉള്ളൂ. വന്ന് ക്ഷേത്രത്തിലേക്ക് കയറി വന്നിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് എന്തോരം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് ഇന്നലെ ആണെന്ന് തോന്നുന്നു എനിക്കൊരു മെസ്സേജ്, ഒരു കമൻറ്റ് ഒരു ബ്രോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏത് കമൻറ്റാണെന്ന് വെച്ചാൽ, നിങ്ങൾ ആർക്കും റിപ്ലൈ ഒന്നും കൊടുക്കില്ലേ, ലൈക്ക് മാത്രം കൊടുക്കത്തേ ഉള്ളോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ്. അപ്പം ഞാനിത് പറഞ്ഞത് വ്യക്തമാണെന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ പരമാവധിയൊക്കെ ഞാൻ നല്ല സൗണ്ടിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ മൈക്കൊക്കെ നമ്മൾ സെറ്റാക്കുന്നുണ്ട്. അപ്പം അമ്പലത്തിലെ വായനയുടെയൊക്കെ ഒരു ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയാനും വയ്യ. എങ്കിലും ഞാൻ കാര്യത്തോട് വരുവാണ്. അപ്പം അങ്ങനെ ഒരു കമൻറ്റ് എനിക്ക് വന്നായിരുന്നു കേട്ടോ. എന്താണ് നിങ്ങൾ റിപ്ലൈ കൊടുക്കാത്തത്, ആർക്കും റിപ്ലൈ കൊടുക്കാത്ത എന്താണെന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു കമൻറ്റ് ഇട്ടായിരുന്നു. അതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല ഗായ്സ്. അപ്പം അതിനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് രാവിലെ അവിടുന്ന് ഒരു 7-7:30 അപ്പോഴത്തേന് 7-7:30 അപ്പോൾ ഇറങ്ങുന്നതാണ്. ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറി അന്നേരം വന്ന് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അങ്ങനെ വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമൊക്കെ ആവും എല്ലാം തീരപ്പെടുന്നത്. ഇടയ്ക്ക് ഞാൻ പോയി മൊബൈൽ നോക്കി ഏതെങ്കിലും മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് സംഭവം നമ്മളൊരു തുടക്കക്കാർ ഞാനിപ്പോൾ ചാനലെല്ലാം കൂടെ തുടങ്ങി സെറ്റായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എങ്ങും എത്തിപ്പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ ഒരു തുടക്കക്കാരെന്ന ഒരു നിലയ്ക്ക് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ ഇങ്ങനെ നോക്കണ ഒരു ഇതാണ്. കാരണം കമൻറ്റുകൾ വരുന്നത്, അതേപോലെ സബ് ആവുന്നത്, അതൊക്കെ നമുക്ക് മനസ്സിനൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതേപോലെ നല്ല കമൻറ്റുകൾ വരുന്നത്, ഇതൊക്കെ തരപ്പെടുത്തേന് നാളെ സ്ഥിരമായിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിപ്പോവും. അതൊക്കെയാണ് ഉറക്കമുളച്ചൊക്കെ ഇരുന്ന് ഓരോന്ന് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ, അപ്പോൾ അങ്ങനെ രാവിലെ വന്ന് ഞാൻ വർക്ക് തുടങ്ങി കഴിഞ്ഞാൽ വൈകിട്ട് ഒരു സമയത്താണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്, ഒരു 9-9:30 അപ്പോൾ. ഈ കിട്ടുന്ന ഒരു സമയത്ത്, വൈകിട്ട് ഒരു സമയത്താണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും വോയിസ് കൊടുക്കുന്നത്. വോയിസ് കൊടുക്കുന്നത് പറഞ്ഞാൽ, ഇവിടെ വരുന്ന ഏതെങ്കിലും വണ്ടിക്കകത്ത് കയറി നിന്നിട്ട്, കാറിനകത്ത് കയറി നിന്നിട്ടാണ് വോയിസ് കൊടുക്കുന്നത്. കാരണം വെളിയിലുള്ള സൗണ്ടുകളൊന്നും കേൾക്കാതിരിക്കാൻ. അങ്ങനെയാണ് ഞാൻ വോയിസ് കൊടുത്ത് ഞാൻ പിറ്റേ ദിവസത്തെ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെന്ന് വെച്ചാൽ, ഞാനിത് പരമാവധി ഒരു 2-3 വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ചില ദിവസം പറ്റത്തില്ല, കാരണം നമ്മൾ വൈകുന്നേരമൊക്കെ അപ്പോൾ ആകെ ക്ഷീണമായി പോകും ഗൈസ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാൻ എൻ്റെ ജീവിത കാര്യങ്ങളും കറക്റ്റായിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ നിങ്ങളെ 1-ാം തീയതി ആയിട്ട് പറഞ്ഞ് നിങ്ങളെ ഒരു മനസ്സിനൊരു ഇത് തരാതിരിക്കുന്നതല്ല കേട്ടോ. കാരണം ഇതിങ്ങനെ പെട്ടെന്ന് ഒരു മറുപടി എനിക്ക് തരണം തോന്നിയത് കൊണ്ടാണ് ഇന്ന് തന്നെ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അല്ല വേറെ ഒന്നും തോന്നരുത് ഗൈസ്. അപ്പം അങ്ങനെ ഞാൻ വൈകിട്ടെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങിപ്പോപ്പോൾ ഒരു സമയമാവും. അപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കൂടിപ്പോയ ഒരു 11-12 മണി വരെയൊക്കെ ഞാൻ ഇരിക്കും വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് കമൻറ്റിന് റിപ്ലൈ കൊടുക്കാനും കാരണം മെസ്സേജ് നമ്മൾ ഓരോ കമൻറ്റിന് റിപ്ലൈ കൊടുക്കണ്ടേ. വരുന്നത് 5-6 കമൻറ്റ് അല്ലെങ്കിൽ 10 കമൻറ്റൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ, ഈ കമൻറ്റിനൊക്കെ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴത്തേന് പഴയ തലേന്ന് വരുന്ന കമൻറ്റിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ, പിറ്റേ ദിവസം വീഡിയോ ചെയ്യുമ്പോൾ അതിന് ഇൻട്രോ പറഞ്ഞുകൊണ്ട് ഞാൻ കമൻറ്റിനുള്ള മറുപടി തന്നുകൊണ്ട് വീഡിയോ കാണിക്കാം. അങ്ങനെയുള്ളൊരു ഇതിലാണ് ഞാൻ ഈ വീഡിയോസ് ഈ ഒരു ഇത് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത് കേട്ടോ. അല്ലാതെ നിങ്ങൾ കമൻറ്റ് തരാതിരിക്കണം എന്നെനിക്ക് ഒരു ഇതുമില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ആരുമായിട്ടാലും ഞാൻ പങ്കുവെക്കും. അല്ലാതെ വേറെ ഒരു ഇത് ആർക്കും തോന്നരുത് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ
ഞങ്ങൾ 2-3 പേരാണ് ഉള്ളത്. ഒരാളെന്ന് പറഞ്ഞാൽ ഒരു പെയിൻറ്ററാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടു കാണും. അപ്പം എനിക്ക് ഇടയ്ക്ക് ഒരു ചെറിയൊരു ശാരീരികമായിട്ട് ഒരു വയ്യായ്മ വന്നതുകൊണ്ടാണ് ഞാൻ ഒരാളെയും കൂടി എടുത്ത് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊന്നും പറഞ്ഞ് നിങ്ങളെ ഒന്നാം തീയതി നിങ്ങളെ മനസ്സ് പഠിപ്പിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ പിന്നെ കമൻറ്റുകളുള്ള മറുപടിയൊന്നും തരാത്തത്. കാരണം രാവിലെ വന്ന് ജോലി ചെയ്യുന്നു, വൈകിട്ട് ഒരു സമയത്ത് ഇറങ്ങി പോകുന്നു. പിന്നെ ഇതിന് ഇടയ്ക്കുള്ള സമയങ്ങളിൽ ചിലപ്പം കമൻറ്റുകളൊക്കെ ഏതെങ്കിലും വരുന്നതെന്ന് മാത്രം നോക്കും. പിന്നെ അതിനുള്ള മറുപടി ഓരോന്ന് തരാൻ പറഞ്ഞാൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയവും കൂടെ ഇതാവും. പിന്നെന്ന് വെച്ചാൽ ഞാൻ കമൻറ്റിനുള്ള മറുപടി അടുത്തൊരു വീഡിയോസ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. വേറെ ഒന്നും അല്ല കേട്ടോ ഗൈസ്. അപ്പം വേറെ ആർക്കും ഒന്നും തോന്നുകയും ചെയ്യരുത്. അപ്പോൾ എന്താണ് പറയുന്നത്, അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കമൻറ്റിനുള്ള മറുപടി എന്താണ് നിങ്ങൾ പറയാത്തത്, നിങ്ങൾ ലൈക്ക് മാത്രം അടിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കമൻറ്റ് ഒരു ചേട്ടനിട്ടുണ്ട്. അപ്പം ആ ചേട്ടനടുത്തും അതേപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം ഇതേ ഉള്ളൂ. ഞാൻ കമൻറ്റിനുള്ള മറുപടി ഉറപ്പായിട്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഈ തരുമ്പോഴത്തേന് ഈ അടുത്തൊരു വീഡിയോ ചെയ്യപ്പെടുന്നതിന് അതിൻ്റെ കൂടെ ഞാൻ ഈ കമൻറ്റിന് ഏതൊക്കെയാണെന്നുള്ളത് കമൻറ്റിനുള്ള മറുപടി ഞാൻ ഉറപ്പായിട്ട് പറയുന്നതായിരിക്കും. നമ്മുടെ സാഹചര്യം അതാണ്. ഞാനൊരു ദിവസം വന്ന് നമ്മൾ കഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഓരോന്നും മുടങ്ങും. കാരണം വാടക പൈസ കൊടുക്കണം വീടിൻ്റെ, പിന്നെ വർക്ക്ഷോപ്പിലെ കാര്യങ്ങൾ, പിന്നെ വർക്ക്ഷോപ്പിൻ്റെ വാടക കാര്യങ്ങളെല്ലാം നമുക്ക് ഈ മാസം ഈ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച എന്ന് പറഞ്ഞാൽ പണികൾ കുറവായിരുന്നു ഗൈസ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് തോന്നും പണികൾ കുറവാണെന്ന് ഞാൻ പറയുന്നെങ്കിലും പിന്നെ ഡെയിലി ഈ വണ്ടി പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോസ് എവിടുന്ന് വന്നെന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ഈ ഒരു വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി നാൾക്ക് മുമ്പ് എടുത്തു വെച്ച വീഡിയോസാണ് കേട്ടോ. അല്ലാതെ ഞാനിത് ഇപ്പോൾ ഉടനെ എടുത്തതല്ല. അപ്പോൾ ഇതിനൊക്കെ ഇൻട്രോ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് എനിക്ക് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ചാനൽ നല്ല രീതിയിൽ വളർച്ചയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഈ ചാനലിൽ ഞാൻ ഈ വീഡിയോസ് എല്ലാം ഞാൻ വീഡിയോ എടുത്ത് വെക്കുന്നത്. പക്ഷേ നമ്മുടെ സാഹചര്യം, വീട്ടിലെ സാഹചര്യം ഒക്കെ കൊണ്ട് നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മളത് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് സ്റ്റോപ്പാക്കി വെക്കും. കാരണം ഒരു കുറച്ച് ദിവസം വീഡിയോസ് ഇടും, പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേന് പിന്നെ നമ്മൾ വീഡിയോസ് ഇടാൻ നമ്മളങ്ങ് ആകെ അങ്ങ് വല്ലാതായി പോകും, നമുക്ക് ചെയ്യാനായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങ് പെൻഡിങ് വരുവാണ്. അല്ലാതെ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഇപ്പം ചെയ്ത വീഡിയോസ് അല്ല, കുറച്ച് നാൾക്ക് മുമ്പ് എടുത്തു വെച്ച വീഡിയോസ് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് 2-3 ആഴ്ച കൊണ്ട് പണി കുറവാണ്. ഈ പണി കുറവെന്ന് ഞാൻ ഈ മാസം വീടിൻ്റെ വാടകയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈ വരുന്ന സമയത്ത് പിന്നെ റിപ്ലൈ കൊടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്നിനും നമുക്ക് സമയം കാണത്തില്ല. ചിലപ്പോൾ നമ്മളിങ്ങനെ പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, വൈകിട്ട് ചെല്ലുന്നു, പിറ്റേ ദിവസം ഇടാനുള്ള വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നു, അതെല്ലാം വർക്കും കാര്യങ്ങളെല്ലാം നമ്മളിതിപ്പം തുടങ്ങിയതേ ഉള്ളായതുകൊണ്ട് ഒന്നും സെറ്റായി വരുന്നേ ഉള്ളൂ. ഇതിനകത്ത് വീഡിയോയിൽ എഡിറ്റിങ് കാര്യങ്ങളെല്ലാം തന്നെയും എഡിറ്റ് ചെയ്ത് റെഡിയായി വരുന്നേ ഉള്ളൂ. നല്ല സ്പീഡും കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പം രാത്രി ഒരു 12-1 മണി വരെയൊക്കെയാണ് ഇരുന്നിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയ്ക്കൊന്നും കമൻറ്റിനുള്ള മറുപടി തരാത്തത്. പിന്നെ പിറ്റേ ദിവസം ഞാൻ വീഡിയോ ചെയ്യുമ്പോഴത്തേന് ആദ്യം തന്നെ ഞാൻ ആ കമൻറ്റിനുള്ള മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എനിക്ക് വരുന്ന കമൻറ്റുകൾക്കുള്ള മറുപടിയൊക്കെ തരുന്നതായിരിക്കും. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ തരുന്നതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അല്ലെന്ന് പറയും. അപ്പം അതാണ്, നമ്മളൊന്നും വലിയ വർക്ക്ഷോപ്പുകളോ കാര്യങ്ങളൊന്നും അല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് വണ്ടികൾ പെയിൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ പിന്നെ എൻ്റെ വർക്ക്ഷോപ്പ് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ബൂത്തോ കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്തിട്ട് ടാർപ്പൊക്കെ ഇട്ട് മൂടി, അതേപോലെ തന്നെ ഈ ഫുള്ള് തറയിലൊക്കെ വെള്ളമൊക്കെ തളിച്ച് പൊടിയൊന്നും പറ്റാതെ ഭയങ്കര ടെൻഷനാണ്. ഒരു വണ്ടി അടിച്ച് ഇറങ്ങി വെളിയിൽ ആ കസ്റ്റമർ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നവരെ ഭയങ്കര ടെൻഷനാണ്. കാരണം നമുക്ക് അത് ഫുള്ള് ഇറങ്ങി അവർക്ക് സന്തോഷമായിട്ട് ഇറങ്ങിപ്പോയാൽ നമുക്ക് ആ പൈസ ഫുള്ള് തരത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറച്ചിപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുന്നതിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ഓരോ വണ്ടിയുടെ പൈസ എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള കണക്ക് കൂട്ടിലാണ് ഓരോ വണ്ടികൾ ചെയ്യുന്നത്. അപ്പോഴത്തേന് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. എന്തെങ്കിലും തെറ്റുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് വാക്കിനകത്തോ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അപ്പോൾ എനിക്കറിയാവുന്ന എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഞാൻ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ എനിക്കിതിങ്ങനെ പറയണമെന്ന് തോന്നിയെന്ന് വെച്ചാൽ ഞാൻ ഒന്നാമതായിട്ട് നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നതല്ല, നിങ്ങളെ ആരുടെ മനസ്സൊരു ഇതാക്കുന്നതല്ല. എനിക്ക് ഇന്ന് തന്നെ അത് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ്. കാരണം അല്ലെങ്കിൽ ഓരോരുത്തർ ഇതിനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഈ ഓരോ കമൻറ്റുകൾ അപ്പോഴത്തേന് ഈ കമൻറ്റ് കാണപ്പെടുത്തേന് അവർക്ക് തന്നെ തോന്നി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നില്ല, എന്തുകൊണ്ട് റിപ്ലൈ തരുന്നില്ല എന്ന് തോന്നും. അതുകൊണ്ടാണ് ഞാനിതിപ്പം തന്നെ പറഞ്ഞത് കേട്ടോ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഓരോ ദിവസം ചെയ്യാനായിട്ട് ഉള്ള സമയങ്ങളാണ് മെയിൻ പ്രശ്നം. ഈ നമ്മുടെ വർക്ക് കാര്യങ്ങൾ ചെയ്യുക, അത് വീഡിയോസ് എടുക്കണം. കാരണം അത് എടുത്തിട്ട് പിന്നെ വൈകിട്ട് അത് പിന്നെ എഡിറ്റ് ചെയ്യണം. പിന്നെ വൈകിട്ടെല്ലാം റെഡിയാക്കിയിട്ട് വേണം പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യാനായിട്ട്. ഒരു ദിവസം മുടങ്ങാനാണ് ഞാനിപ്പോൾ ഇങ്ങനെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണ്. പിന്നെ പഴയ വീഡിയോക്കുള്ള കമൻറ്റ് എല്ലാത്തിനുള്ള മറുപടി ഞാൻ ഉറപ്പായിട്ടും ഓരോന്ന് ഞാൻ ഓരോ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം
കമൻറ്റിനുള്ള കറക്റ്റായിട്ടുള്ള മറുപടി എല്ലാം ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞായിരിക്കും. പിന്നെ ഈ കാര്യങ്ങൾ പറയപ്പെടുന്ന കാര്യം എനിക്ക് ഇങ്ങനെ പറയുന്നുള്ളൂ കേട്ടോ. ഞാനിത് പറയുമ്പോൾ ഒത്തിരി ചിലവർ കമൻറ്റ് ഇടുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഇതാവുകയാണ്. കാര്യങ്ങൾ വ്യക്തമായിട്ട് എന്താണ് പറയാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറയുന്നില്ലെന്നാണ് പറഞ്ഞത്. നമ്മൾ കാര്യം പറയപ്പെടുന്നതിന് ഞാൻ ഇങ്ങനെ അങ്ങ് ആയി പോവുകയാണ്. അത് എൻ്റെ പിന്നെ എന്താണ് പറയുന്നത്, എൻ്റെ എന്തോ പറയാൻ പറ്റും, എനിക്കിങ്ങനെ പറ്റുന്നുള്ളൂ. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. അപ്പം എന്താണെന്ന് ഞാൻ കമൻറ്റ് ഇടാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ, രാവിലെ ഞാൻ ഇവിടെ വരുമ്പോഴത്തേന് 7-7:30 ആവും. വന്ന് 7-8 മണിയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാനൊന്ന് വിളക്ക് എത്തിച്ച് അന്നേരം വർക്ക് തുടങ്ങുകയാണ് ചെയ്യുന്നത്. വർക്ക് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് സമയം കമൻറ്റുകളെല്ലാം വരുന്നതെന്ന് നോക്കും. പിന്നെ സബ്ബും കാര്യങ്ങളും അതൊക്കെ ഒന്ന് നോക്കുക. വൈകിട്ട് പിന്നെ ഒരു 5-6 മണിയായപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കാര്യങ്ങളായിട്ട് പോകും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒതുക്കി വീട്ടിൽ എഡിറ്റ് ചെയ്യാനുള്ളതല്ല എഡിറ്റ് ചെയ്ത ശേഷം വൈകിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ രാത്രി ഒരു 10 മണി ആയപ്പോഴത്തേന് ഞാൻ വീട്ടിൽ ചെന്ന് വല്ല ആഹാരം കഴിക്കുക. പിന്നെ എടുത്ത് വെച്ചേക്കുന്ന വീഡിയോസ് എല്ലാം ഒന്നും കൂടെ ഒന്ന് കേൾക്കും. പിന്നെ പഴയതുപോലെ ഒന്ന് എഡിറ്റ് ചെയ്യാനുള്ളതെല്ലാം തുടങ്ങും. എഡിറ്റ് ചെയ്യാൻ ചെയ്ത് എല്ലാം കഴിയപ്പോഴത്തേന് എല്ലാം നമ്മുടെ വർക്കും കാര്യങ്ങളെല്ലാം കഴിയപ്പോഴത്തേന് ഒരു 11 മണി 11:30 12 മണിക്ക് ആവും. ആ സമയത്താണ് ഞാൻ മൊബൈൽ കാത്ത് വെക്കുന്നത്. പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിനൊരു കമൻറ്റിനുള്ള ഒരു ഇത് ഇങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ചാൽ പിറ്റേ ദിവസം വീഡിയോ ചെയ്യപ്പെടുന്നതിന് ഇതിനുള്ള കമൻറ്റ്, അതായത് തലേന്ന് വരുന്ന കമൻറ്റുകൾക്ക് പിറ്റേ ദിവസം റിപ്ലൈ കൊടുക്കും. അങ്ങനെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് വീഡിയോയ്ക്കൊന്നും. കാരണം നമ്മളെ കാര്യങ്ങളെല്ലാം നടക്കണം ഇതിനകത്ത്. കാരണം വീട്ടിലെ കാര്യങ്ങൾ നടക്കണം, പിന്നെ ചാനൽ കാര്യങ്ങൾ കൊണ്ടുപോകണം, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നടക്കണം. ഇത്രയും സമയം കൊണ്ട് നടക്കും. അതുകൊണ്ടാണ് ഞാൻ കമൻറ്റുകൾ തരാം. പഴയ കമൻറ്റുകളൊക്കെ ഒത്തിരി മറുപടി ഞാൻ ഇപ്പോഴാണ് ഗൈസ് കൊടുത്തത്, ആരും വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വേറെ തോന്നരുത്. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ കേട്ടോ. വേറെ വഴികളൊന്നും പറയാനില്ല. നമ്മളൊരു ചേട്ടച്ചാർ വന്നിട്ടുണ്ട്, വണ്ടി നോക്കാൻ വന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഒരു മാസം നല്ലൊരു മാസമായി തീരട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്, ഞാനും എൻ്റെ കുടുംബവും. അല്ല, ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ എനിക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.